ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ പറഞ്ഞാൽ ബീഫും കപ്പയാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മളെ ബീഫിനും കപ്പയ്ക്കുള്ള ബീഫാണ് ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറുതാക്കി ഞാൻ നുറുക്കി ഇനി ഇത് കഴുകി എടുക്കുകയാണ്. എനിക്ക് ഒരുപാട് പ്രാവശ്യം കഴുകണം കേട്ടോ. ഈ ബീഫൊക്കെ കഴുകിയാലും റെഡി ആയിട്ടില്ല എന്ന് തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ സാധാരണ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത ദിവസം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അധികമായിട്ട് പേസ്റ്റ് ആക്കി വെക്കും. എന്നാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാം പൊളിച്ച് അരച്ചെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് ഇച്ചിരി എടുത്ത് യൂസ് ചെയ്യാലോ വിചാരിച്ചു. പുറത്ത് നല്ല കാറ്റും മഴയാട്ടോ. സാധാരണ ഞാൻ നമ്മളെ മണ്ണടുപ്പിൽ വെക്കാനേ വിചാരിച്ചിരുന്നത്. പക്ഷെ മഴ കാരണം ഞാൻ പിന്നെ അകത്തന്നെ വെക്കാന്ന് വിചാരിച്ചു. നമ്മളെ അടുപ്പിന്റെ അവസ്ഥ ഉണ്ടോ? മഴ ആയതുകൊണ്ടേ മൂടിട്ട് വെച്ചിട്ട് ദാർപ്പായൊക്കെ വെച്ചിട്ട് ഇനി മേൽക്കൂര കെട്ടിയാലുള്ളൂ ഇവിടെ വന്ന് മഴയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. ഞങ്ങക്ക് കുറെ ചെറീസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിത് പറിച്ചിട്ടേ ഇതിൽ കുറെ പരിപാടി ഉണ്ട്. അങ്ങനെ പഞ്ചസാര പാനിയിലിട്ട് വെക്കണം. അതിന് വേണ്ടി പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. മഴ ആയിരുന്നു ഇതുവരെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇനി ഇതിലിട്ടോ. അങ്ങനെ ഒന്നുകൂടെ. അപ്പൊ ഇതാണ് നമ്മളെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. സാധാരണ എല്ലാരും കപ്പയും ബീഫും ഒന്നിച്ചിട്ടല്ലേ വെക്കാറ്. പക്ഷെ ഞാനിത് അത് സെപ്പറേറ്റ് ആക്കിയാട്ടോ വെച്ചത്. നല്ല ടേസ്റ്റ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട് സോണിട്ടാ? ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.